ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ദൈവം നമ്മോട് കൂടെ എന്ന വാക്കിനർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന വിളിക്കും. കർത്താവ് ജനിച്ച സമയത്ത്, ജനിച്ചു വീഴുന്ന ഉടനെ നടന്ന ഒരു അടയാളം പറയാമോ? ഒരു അത്ഭുതം പറയാമോ? കർത്താവ് ജനിച്ച ഉടനെ നടന്ന ഒരു അത്ഭുതം പറയാമോ? ഓ, കർത്താവിന്റെ ജനനത്തിൽ കൂടെ നടന്ന ആദ്യത്തെ ഒരു അത്ഭുതം, അടയാളം. കർത്താവ് ജനിച്ചത് എവിടെ? മീകാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചേ. മതി. ഇനി മത്തായി 2:6 വായിച്ചേ. രണ്ടിന്റെ 6. ഇതിൽ കൂടെ ഈ 2 വാക്യത്തിൽ നിന്ന് കർത്താവിന്റെ ജനനത്തിൽ കൂടെ നടന്ന ഒരു അത്ഭുതം പറഞ്ഞു. ഇതോടെ ചോര് ധൈര്യം പേര് ദീപയ്ക്ക് എന്ത് സംശയം? ബത്ലഹേം എന്തായിരുന്നു? ചെറിയ പട്ടണമായിരുന്നു. കർത്താവ് ജനിച്ചപ്പോ എന്തായി മാറി? വലുതായി മാറി. മീകാ പ്രവാചകൻ പറയുന്നു ബത്ലഹേം ചെറിയ പട്ടണം. എന്നാൽ കർത്താവിന്റെ ജനനത്തിൽ വിദ്വാൻമാർ പറയുന്നു ചെറിയ പട്ടണമല്ല, നിന്നെ മേപ്പാനുള്ളവൻ നിന്നിൽ നിന്ന് വെളിപ്പെട്ടു വരുമെന്ന്. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ, കർത്താവ് നമ്മളിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവ് നമ്മളിൽ ഉത്ഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ ചെറുതല്ല. മറ്റുള്ളവരുടെ കണ്ണിൽ നീ ചെറുതായിരിക്കും, മറ്റുള്ളവരുടെ നോട്ടത്തിൽ നീ ചെറുതായിരിക്കും. പക്ഷേ നിന്നിൽ എപ്പോഴും കർത്താവ് ഉരുവായോ ആ നിമിഷം മുതൽ നിന്റെ സ്ഥിതികൾക്ക് വ്യത്യാസം വന്നു എന്ന് നീ മനസ്സിലാക്കണം. നിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വന്നു എന്ന് നീ മനസ്സിലാക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഇത് നീ മനസ്സിലാക്കാതെ പോകരുത്. കർത്താവ് ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ഒരു പ്രവാചകനാണ് യെശയ്യാവ്. ആ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ മാത്രമാണ് ഇമ്മാനുവേൽ എന്നുള്ള പേരുള്ളത്. അതും 2 സ്ഥലത്ത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിലാണ് ആദ്യമായിട്ട് ഇമ്മാനുവേൽ എന്ന് പറയുന്ന വാക്ക് കാണുന്നത്. അതൊന്ന് വായിച്ചേ. അപ്പൊ ഇമ്മാനുവേൽ എന്താണ്? അടയാളമാണ്. മനസ്സിലായോ? കർത്താവ് എന്താണ്? അടയാളമാണ്. അടയാളം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ദൈവശക്തിയിൽ വെളിപ്പെടുത്തി തരുന്ന അത്ഭുത കാര്യമാണ് അടയാളം. നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നമുക്ക് കാണാൻ കഴിയാത്തിരുന്ന വിഷയത്തെ ദൈവശക്തിയിൽ നമുക്ക് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കാണിച്ചു തരുന്നതാണ് അടയാളം. ഈ അടയാളമാണ് ഇമ്മാനുവേൽ. ഈ അടയാളമാണ് ഇമ്മാനുവേൽ. അതെ, വായിച്ച അവന് ഇമ്മാനുവേൽ എന്ന പേര് വിളിക്കും. ഇനി 8-ന്റെ 8 ആയത്. അപ്പൊ ഈ ഇമ്മാനുവേലിന് എന്തുണ്ട്? വിടർന്ന ഒരു ചിറകുണ്ട്. ഇത് മനസ്സിലായോ? ഇമ്മാനുവേലിന് വിടർന്ന ഒരു ചിറകുണ്ട്.
ഈ ചിറകിനകത്താണ് കർത്താവ് പറഞ്ഞത്, യെരൂശലേമേ യെരൂശലേമേ, നിന്റെ മക്കളെ ചേർത്തുകൊള്ളാൻ എനിക്ക് മനസ്സാണ് ഈ ചിറകിന്റെ കീഴിൽ. നിങ്ങൾക്കോ? ഈ ചിറകിന്റെ കീഴിൽ ദൈവത്തിന് നമ്മളെ മറച്ചുകൊള്ളാൻ മനസ്സുണ്ട്, നമ്മുടെ മക്കളെ മറച്ചുകൊള്ളാൻ മനസ്സുണ്ട്. പക്ഷെ നിങ്ങൾക്കോ മനസ്സായില്ല. ഈ ചിറകിന്റെ കീഴിൽ എന്തുള്ളത് അറിയാമോ? ഒന്ന്, സങ്കീർത്തനം 5:11 വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു പരിപാലനമുണ്ട്. വായിച്ചു നോക്ക്, 5-ാം അധ്യായം 11-ാം വാക്യം. കണ്ട, എന്തുണ്ട്? പരിപാലിക്കുന്നത് കൊണ്ട്, ദൈവിക പരിപാലനം ഉള്ളത് കൊണ്ട് അവർ ആനന്ദിക്കും. ദൈവിക പരിപാലനം ഉള്ളതുകൊണ്ട്. ഇനി 31:1 വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, നിന്റെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോകില്ല. അപ്പൊ എന്ത് ചെയ്യില്ല? ലജ്ജിച്ചു പോകില്ല. 2 ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാം. ഒന്ന്, എലിശയുടെ കാലഘട്ടത്തിൽ എലിശ പ്രവാചകന് 6-ാം അധ്യായം 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു, അതിന്റെ 14-ാം വാക്യം വായിക്കാം. നോക്കണമേ, എലിശ പ്രവാചകനെ പിടിക്കാൻ അരമ്യ സൈന്യം അവന്റെ പട്ടണം മുഴുവനും വളഞ്ഞു നിൽക്കുകയാണ്. പട്ടണം മുഴുവനും എന്ത് ചെയ്യുന്നു? വളഞ്ഞു നിൽക്കുന്നു. വളഞ്ഞു നിൽക്കുന്ന സമയത്ത് അവൻ പുറത്തിറങ്ങിയപ്പോ അവൻ കണ്ട കാഴ്ച അവൻ പേടിച്ചു പോയി. അവൻ പറഞ്ഞു, അയ്യോ യജമാനെ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? എലിശ പറഞ്ഞു, അവരിലുള്ളവരെക്കാൾ അധികമുണ്ട് നമ്മളോടുകൂടെ. എന്നിട്ട് എലിശ ഒന്ന് പ്രാർത്ഥിച്ചു. വരും നോക്കണമേ, ഇവൻ കാണത്തക്കവണ്ണം, ഇവനൊരു അടയാളം കൊടുക്കത്തക്കവണ്ണം ഇവന്റെ കണ്ണുകൾ. അപ്പൊ നേരത്തെ അവൻ കണ്ണ് തുറന്നിരുന്നേണ്ടല്ലേ അവരെ കണ്ടത്? ആണോ? കണ്ണ് അവന് തുറക്കാതിരുന്നെങ്കിൽ അവൻ സൈന്യത്തെ കാണുമോ? അപ്പൊ ഇവന് ദൈവിക അടയാളം കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് എന്ത് ചെയ്യണം? പ്രാർത്ഥനയുടെ അവസ്ഥ മനസ്സിലായ? നമ്മൾ പലതും എന്ത് ചെയ്യുന്നില്ല, ദൈവിക അടയാളം നമ്മൾ കാണില്ല. നമ്മൾ കാണുന്നത് പുറമേ ഉള്ളത് കാണുന്നു, അകമയുള്ള അടയാളം നമ്മൾ കാണുന്നില്ല. ബാല്യക്കാരൻ വെളിയിലിറങ്ങി ചെന്നപ്പോൾ അവൻ കണ്ടു, അവന്റെ നഗ്നമായിരിക്കുന്ന കണ്ണുകളിൽ കൂടെ അവൻ കണ്ടു. എന്താ കണ്ടത്? പട്ടണം മുഴുവനും വളഞ്ഞു നിൽക്കുന്ന ഒരു സൈന്യത്തെ കണ്ടു. ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സൈന്യമില്ല, അല്ല ആയുധങ്ങളില്ല, വേറെ ഒരു സുരക്ഷിതത്വവും ഇല്ല. ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? പ്രിയ ദൈവമക്കളെ, നമ്മളെ നഗ്നമായ കണ്ണുകൾ കൊണ്ട് കാണുന്നതല്ല ദൈവിക അടയാളം. അതിനപ്പുറത്ത് നിന്റെ ഉൾക്കാഴ്ചയിൽ ഒരു അടയാളമുണ്ട്. ഇവിടെ എലിശ പ്രാർത്ഥിച്ചത് അതിനാ. ഇന്നു മുതൽ നിങ്ങളുടെ പ്രാർത്ഥന അങ്ങനെ ആകണം. എന്റെ നഗ്നമായിരിക്കുന്ന കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്തത് എന്റെ ജീവിതത്തിനകത്ത് നടക്കണം. ഞാൻ ഇന്ന് പുറമേ ഉള്ളത് കാണുന്നു, പക്ഷെ അതിനപ്പുറമായത് എനിക്ക് കാണണം. ഇത് ബാല്യക്കാരൻ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ അവൻ എന്ത് ചെയ്യേണ്ടി? ഈ നിലവിളിക്കേണ്ടി വരുമായിരുന്നു? വരില്ല. പക്ഷെ അവൻ പ്രാർത്ഥിച്ചില്ലല്ലോ. എന്റെ നഗ്നമായ കണ്ണുകൾ കൊണ്ട് കാണുന്നതിന് അപ്പുറമായ ഒരു കാഴ്ചപ്പാട് എനിക്ക് കിട്ടണമെന്ന് അവൻ പ്രാർത്ഥിച്ചോ? അവൻ വിചാരിക്കുന്നത് ഞാൻ എലിശയുടെ കൂട്ടത്തല്ലേ, പിന്നെ ഞാനെന്തിന് പേടിക്കണം? എടാ, നീ കാണണമെങ്കിൽ നീ പ്രാർത്ഥിക്കണം. എലിശ പ്രാർത്ഥിച്ചു, അടയാളങ്ങൾ.
ഇതാ ക്രിസ്തുവിന്റെ അടയാളം. നിന്റെ നഗ്നമായിരിക്കുന്ന കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഒരു അത്ഭുതം. ഇനി ഞാൻ പുതിയ നിയമത്തില് വേഗത്തിൽ നിർത്താം. പുതിയ നിയമത്തിലെ ഒരു ഭാഗം ഞാൻ വായിക്കാം. റോമാലേഖനം പ്രവൃത്തിയുടെ പുസ്തകം 19-ാം അധ്യായം ഒന്ന് എടുത്ത്. അതിന്റെ 21-ാം വാക്യമായിരുന്നു. പൗലൂസിന്റെ ഒരു ആഗ്രഹമാണ് റോം ചെന്ന് എന്ത് ചെയ്യണം. പൗലൂസിന്റെ മനസ്സിലെ ഒരു ആഗ്രഹം യെരുശലേമിലൊക്കെ പോയി സുവിശേഷം പറയണം. പക്ഷെ റോമിൽ പോയി സുവിശേഷം പറയണമെന്നില്ല. പക്ഷെ റോം എന്ന പട്ടണം എനിക്ക് എന്ത് ചെയ്യണം, ഒന്ന് കാണണം. കാരണം ഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രമാ റോം. കൈസർ വാഴുന്ന സ്ഥലമാ റോം. ഇവിടെ ചെന്ന് എനിക്ക് റോമിനെ ഒന്ന് കാണണം. ഇത് പൗലൂസിന്റെ ഒരു ആഗ്രഹം. ഈ ആഗ്രഹം ആര് കേട്ടു? സ്വർഗസ്ഥനായ ദൈവം കേട്ടു. കർത്താവ് കേട്ടു ഈ ആഗ്രഹം. അവന് പറഞ്ഞ ആഗ്രഹത്തെ ദൈവം കേട്ടു. ദൈവം അപ്പോഴവനെ പ്രത്യക്ഷപ്പെട്ടു. 23:11 അപ്പൊ ദൈവം പറയണണ്ട, നീ കാണാനല്ല അവിടെ പോണത്, പിന്നെ എന്റെ സാക്ഷിയായിട്ട് അവിടെ പോകും. എടാ, നിന്നെ ഞാൻ എന്തിനു വിളിച്ചോ അതിന് നിന്നെ ഞാൻ അവിടെ ഉപയോഗപ്പെടുത്തും. നിങ്ങളിവിടെ പൗലൂസിൻ അപ്പോസ്തലനായ പൗലൂസ് എന്ന് പറഞ്ഞൊരു ഒരു പുസ്തകം ഇതിനകത്തുണ്ട്, ഉണ്ടായിരുന്നു, ഇപ്പോഴുണ്ടായിരുന്നൊരു പാഠം. ഞാൻ വന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. വായിച്ചിട്ടോ? അത് എടുത്തോണ്ട് പോയി ആരെങ്കിലും നല്ലത്. അപ്പോസ്തലനായ പൗലൂസിനെ കുറിച്ച് ഈ പുസ്തകത്തിനകത്തുള്ളത് ഞങ്ങളെ വീട്ടിൽ വന്ന് പാസ് ഒന്ന് ഓർമ്മപ്പെടുത്തിയപ്പോഴാണ് ഞാൻ വായിച്ച ഭാഗം എനിക്ക് ഓർമ്മ വന്നത്. വളഞ്ഞ കാലമുള്ള മനുഷ്യൻ, വയറുവേദന എടുക്കുന്ന ഒരു മനുഷ്യൻ, പിശാച് ശൂലം കൊണ്ട് കുത്താൻ ദൈവം അനുവാദം കൊടുത്ത ഒരു മനുഷ്യൻ. അത് മാത്രമാണോ? യഹൂദൻ എന്ന് പറയാനുള്ള ഒരു യോഗ്യതയും പൗലൂസിനില്ല. പൗലൂസ് കറുപ്പ, മാന്നറ. യഹൂദന്മാരെല്ലാം നല്ല വെളുപ്പം, യഹൂദന്മാരെല്ലാം നല്ല പൊക്കമാണ്. പൗലൂസ് പൊക്കം കുറഞ്ഞ ആളാ. ഇത്രയും ബലഹീനതയുള്ള മനുഷ്യൻ, വാക്ചാതുര്യമില്ലാത്ത മനുഷ്യൻ. അല്ല, അത് പുസ്തകങ്ങളിൽ പറയുന്നത്, ഞാൻ വാക്ചാതുര്യമില്ലാത്ത മനുഷ്യൻ, എല്ലാവരും നിന്ദിക്കപ്പെടുന്ന മനുഷ്യൻ. അപ്പൊ നിന്ദിക്കപ്പെടണമെങ്കിൽ അവന്റെ തൊലിപ്പറങ്ങളിൽ എന്തുണ്ട്, മറ്റുള്ളവർക്ക് അലർജി ആകത്തക്ക എന്തോ രോഗങ്ങളുണ്ട്. ഇത്രയുമുള്ള മനുഷ്യൻ പറയുന്നു, ഞാൻ ലേഖനങ്ങളിൽ കൂടെ നിങ്ങളെ പേടിപ്പിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അപ്പൊ പുള്ളി എഴുതിയ 14 ലേഖനങ്ങൾ, 100 അധ്യായങ്ങൾ, 2337 വാക്യങ്ങൾ. ഇതിൽ കൂടെ എന്ത് ചെയ്തു? മറ്റുള്ളവരെ പ്രസംഗത്തിൽ കൂടെയല്ല, ലേഖനങ്ങളിൽ കൂടെ മറ്റുള്ളവരെ പേടിപ്പിക്കുന്ന ആത്മസാന്നിധ്യത്തിൽ പൗലൂസ് ദൈവവചനം എഴുതി. അതുകൊണ്ട് പൗലൂസ് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ ലേഖനങ്ങൾ വായിച്ചാൽ നിങ്ങൾക്കറിയാം. എന്തറിയാം? ദൈവവചനത്തിന്റെ ദൈവ മർമ്മത്തെ കുറിച്ചുള്ള എനിക്കുള്ള വെളിപ്പാട് എന്തെന്ന് നിങ്ങൾക്കറിയാം. എന്റെ ലേഖനങ്ങൾ വായിച്ചാൽ സ്വർഗത്തിലെ ദൈവത്തെ കുറിച്ചുള്ള എന്റെ വെളിപ്പാട് എന്താണെന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെ ഉള്ളവൻ റോമിൽ കാണാൻ പോകരുത്, പിന്നെയോ സാക്ഷിയായി പോണം. ദൈവത്തിന്റെ പദ്ധതി കണ്ടോ? എടാ, നീ റോമിൽ പോണത് അത് കാണാനല്ല, സാക്ഷിയായി പോകും. ഹല്ലേലൂയ, സ്തോത്രം. ഈ സാക്ഷിയായി പോകുമെന്ന് പറഞ്ഞ പൗലൂസിനെ 27-ാം അധ്യായത്തിൽ നമുക്കറിയാം, പൗലൂസ് യാത്ര തിരിക്കുന്ന സമയത്ത്
27:4 വായിച്ചേ. നോക്കണമേ, കാറ്റ് പ്രതികൂലമാകി. ഈ റോമിൽ പോകണമെന്ന് അവൻ ആഗ്രഹിച്ചു. ദൈവം പറഞ്ഞ് എന്റെ സാക്ഷിയായിട്ട് നീ പോകണം. ആ പോകണമെന്ന് പറഞ്ഞ് യാത്ര തിരിച്ചവന് ആ കപ്പലിനകത്ത് എന്ത് സംഭവിച്ചു? കാറ്റ് പ്രതികൂലമായി, മുമ്പോട്ട് പോകാതെ. നമ്മുടെ ജീവിതത്തിലും ദൈവം എന്ത് ആഗ്രഹിക്കുന്നു അതൊരിക്കലും നിന്നിൽ നടക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് പ്രതികൂലത്തിന്റെ ശക്തികൾ നേരെ പൊങ്ങി എണീറ്റ് വരും. ഹല്ലേലൂയ, സ്തോത്രം. കാറ്റ് പ്രതികൂലമായി. പക്ഷേ ദൈവം അവിടെ മറ പറ്റാൻ ഒരു കുപ്രോസ് ദ്വീപ് ഒരുക്കിയിരുന്നു. എഴുതിയിരിക്കുന്നുണ്ടോ? മറ പറ്റി. മറ എന്ന് പറയുമ്പോൾ മറ്റാരും കാണാതെ ഒളിപ്പിക്കുക. കാറ്റ് പ്രതികൂലമായപ്പോൾ ഈ കാറ്റ് പോലെ ഈ കപ്പലിനെ കാണാതെ എന്ത് ചെയ്തു ദൈവം? അല്ലെ, ഇയ്യോബിന്റെ പുസ്തകം 22:14 വായിച്ചു നോക്കുക. ആ മറയുടെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് കിട്ടും. ഇയ്യോബ് 22:14. എന്താ പറഞ്ഞാൽ? കാണാതെ വണ്ണം മേഘങ്ങൾ അതിനൊരു മറയായിരിക്കുന്നു. കണ്ട, ഏത് പ്രതികൂലം വന്നാലും ഏത് പ്രതിസന്ധികൾ വന്നാലും ദൈവം നിന്നെ കുറിച്ചൊരു പദ്ധതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പദ്ധതിക്കുള്ള ലക്ഷ്യം എത്തുന്നത് വരെ മേഘങ്ങൾ മറയായി നിന്നു. പ്രിയ ദൈവമക്കളെ, ഇതേപോലെ നിന്റെ ജീവിതത്തിൽ പ്രതികൂലം ഇല്ലെന്നല്ല, പ്രതികൂലമുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ നീ പോകരുത്. ഹല്ലേലൂയ, സ്തോത്രം. പൗലോസ് റോമിൽ പോകുമ്പോൾ പ്രവൃത്തിയുടെ പുസ്തകം 25:1-2 വായിച്ച. കണ്ട, ഇവിടെ റോമിൽ പോണമെന്ന് പറഞ്ഞ ആര്? ദൈവം. സാക്ഷിയാകണം. റോമിൽ പോണമെന്ന് ആഗ്രഹിച്ചു. ദൈവം എന്ത് ചെയ്തു? നീ എന്റെ സാക്ഷിയാകണം. പക്ഷെ ഇവനെ വഴിയിൽ വെച്ച് എന്ത് ചെയ്യണം? കണ്ട, മനുഷ്യന്റെ പദ്ധതി കണ്ട, നിങ്ങൾ കണ്ടോ? വഴിയിൽ വെച്ച് ഇവനെ ഓടിക്കളയണം. ഇതാണ് നമ്മുടെ ജീവിതം. ഇതാണ് നമ്മുടെ കൊണ്ടുവരുന്ന രോഗങ്ങൾ. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന പ്രതികൂലങ്ങൾ. നിന്നെ വഴിയിൽ വെച്ച് ഓടിക്കളയണം. നീ കാണേണ്ടത് കാണരുത്, നീ ചെയ്യേണ്ടത് ചെയ്യരുത്. മനസ്സിലായോ? നീ കാണേണ്ടത് കാണരുത്, ചെയ്യേണ്ടത് ചെയ്യരുത്. പദ്ധതി അവരിടുകയാണ്. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി നീ റോമിൽ സാക്ഷീകരിക്കണം. നോക്കണമേ, പൗലോസ് അവിടെ എത്താതിരിക്കാൻ ഇതുവരെ ചെയ്ത ആല്യാസ്ത്രം ചെയ്യുന്നു. അതിന്റെ 19 25:19. ഭരണാധിപൻ സമയം താമസിപ്പിക്കണ. പൗലോസിന് റോമിൽ പോകണമെന്നെല്ലാം തീരുമാനപ്പെടുത്തി. പക്ഷെ ഭരണാധികാരി പറയണ, ഈ കേസ് എങ്ങനെ നടത്തണമെന്ന് എനിക്ക് എന്തില്ല, പിടിയില്ല. അപ്പൊ ഞാൻ ചെന്ന് യെരുശലേമിൽ ചെന്ന് ഈ കേസിനെ കുറിച്ച് പഠിച്ചിട്ട് വന്ന് വിസ്താരം നടത്താം എന്ന് പറഞ്ഞ എന്താണ്? ഇവന്റെ യാത്രയെ താമസിപ്പിക്കണം. പിടികിട്ടിയ? ഇവൻ ഉദ്ദേശിച്ച സമയത്ത് എന്ത് ചെയ്യരുത്, അവിടെ എത്തരുത്, ബ്ലോക്ക് ചെയ്യുക.
നിന്റെ യാത്രയെ ബ്ലോക്ക് ചെയ്യുക, നിന്റെ അനുഗ്രഹങ്ങളെ ബ്ലോക്ക് ചെയ്യുക, നിന്റെ നന്മകളെ ബ്ലോക്ക് ചെയ്യുക, നിനക്ക് കിട്ടിയ പ്രബോധന ദൂതുകളെ ബ്ലോക്ക് ചെയ്യുക. നീ മനസ്സിലാക്ക, ആ ഭരണാധികാരിക്ക് വേണമെങ്കിൽ അപ്പോഴും തന്നെ ഒരാളിനെ വിട്ട് തിരക്കിയിട്ട് എന്ത് ചെയ്യാം, പിറ്റേ ദിവസം വിധി പ്രഖ്യാപിക്കാം. പക്ഷേ അവ പറയുകയാണ്, ഞാൻ യെരുശലേമിൽ ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വന്ന് എന്ത് ചെയ്യാം, വിസ്തരിക്കാം നിന്റെ വഴി യാത്രയെ. ദൈവം പറഞ്ഞ ലക്ഷ്യത്തിൽ നീ എത്താതെ വണ്ണം നിന്റെ യാത്രയെ ബ്ലോക്ക് ചെയ്ത് താമസിക്കുക. ഇന്നിവിടെ ഇരിക്കുന്ന പലരുടെയും ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതിയുടെ തുറമുഖത്ത് നീ എത്താതെ വണ്ണം നിന്നെ ബ്ലോക്ക് ചെയ്യണ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെ നീ പ്രാർത്ഥിച്ച് ജയമെടുത്തില്ല എങ്കിൽ നീ ആഗ്രഹിക്കുന്ന തുറമുഖത്ത് നീ എത്തില്ല. നിന്നോട് വെല്ലുവിളിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ നീ എത്തണം. 27:7 നിങ്ങൾ ഈ ദ്വീപുകളെയൊക്കെ കുറിച്ച് പഠിക്കണം കേട്ടാ. കുപ്രോസ് ദ്വീപ് എന്താണ്, ക്രേത്ത ദ്വീപ് എന്താണെന്നൊക്കെ അതൊന്നും സംസാരിക്കാൻ സമയമില്ല. ഓട്ടെ, അടുത്ത അവരുടെ ഓട്ടം എങ്ങനെയായി? പതുക്കെ ആയി. കാര്യം ഒരുത്തൻ താമസിക്കുന്നില്ല. നമ്മളിവിടെ നിന്ന് നല്ല സ്പീഡിൽ വണ്ടി, ഇവിടെ 60 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി വിട്ടാൽ അനീഷിന്റെ വീട് വരെ എത്തണതിന് 3/4 മണിക്കൂർ 50 മിനിറ്റ് എടുക്കും. 40 വിട്ടാ പതുക്കെ ഓടുക. നമ്മുടെ പ്രായം എന്ത് ചെയ്യാണ്? ആ നന്മ അനുഭവിക്കാതെ നമ്മൾ 60 അനുഭവിക്കേണ്ട നന്മയുണ്ട്, 70 അനുഭവിക്കേണ്ട നന്മയുണ്ട്, 80 അനുഭവിക്കേണ്ട നന്മയുണ്ട്. ഇവിടെ 60 അനുഭവിക്കേണ്ട നന്മ എന്ത് ചെയ്യുന്നില്ല. പിന്നെ അത് എപ്പോഴനുഭവിക്കും? അനുഭവിക്കാൻ പറ്റുമോ? നമ്മൾ പറയും അടുത്ത കൊല്ലം അനുഭവിക്കാൻ. അപ്പൊ അടുത്ത കൊല്ലം അനുഭവിക്കേണ്ട നന്മ എപ്പോഴനുഭവിക്കും? എപ്പോഴനുഭവിക്കും? പറ. 60 അനുഭവിക്കേണ്ട നന്മ 61 അനുഭവിക്കാൻ പറ്റുമോ? എങ്കിൽ പിന്നെ 61 നന്മ എപ്പോഴനുഭവിക്കും? നമ്മുടെ ഓട്ടത്തെ ബ്ലോക്ക് ചെയ്തു. നിങ്ങൾ അത് മനസ്സിലാക്കണം. ഓട്ടം പതുക്കെയായി. പക്ഷെ അവിടെയും ദൈവം ഒരു ക്രേത്ത ദ്വീപിനെ എന്ത് ചെയ്തു? ഒരുക്കിയിരുന്നു മറവയ്ക്കാൻ. നിന്റെ ഓട്ടം പതുക്കെയാണെങ്കിൽ ശത്രു നിന്നെ പിന്തുടർന്ന് പിടിക്കാതിരിക്കാൻ ഒരു ആവരണം, ഒരു മറ ദൈവം ഒരുക്കിയിരുന്നു. ദൈവത്തിന് അറിയാം ഇവൻ ഓടാത്തത് കൊണ്ടല്ല, ഇവൻ ശ്രമിക്കാത്തത് കൊണ്ടല്ല. പക്ഷേ ഇവന്റെ ശ്രമങ്ങളെ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? പരാജയപ്പെടുത്തി കളയുന്നു. അങ്ങനെ ഒരു വെല്ലുവിളി അവന്റെ മുമ്പിൽ നിൽപ്പുണ്ട്. ആ വെല്ലുവിളിയെ അവന് അതിജീവിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവന് ഈ ഓട്ടം പതുക്കെ ആകേണ്ടി വന്നത്. പിടികിട്ടിയ? നമ്മുടെ അവസ്ഥ അറിയുന്ന ദൈവം ഇല്ലേ? നമ്മുടെ അവസ്ഥ അറിയുന്ന ദൈവം. അവിടെ ഒരു മറ ദൈവം ഒരുക്കി. പിശാചിന്റെ കയ്യിൽ കൊടുത്തില്ല, മനുഷ്യരുടെ കയ്യിൽ കൊടുത്തില്ല, പൗലോസിനെ ആരുടെ കയ്യിലും കൊടുത്തില്ല. ദൈവം ഒരു മറയ്ക്കകത്താക്കി. എന്റെ 13-ാം വാക്യം വരെ 13 തന്നെ. നോക്കണമേ, പ്രതീക്ഷിച്ചു ഇനി ഞാൻ രക്ഷപ്പെട്ടു, പ്രതികൂലങ്ങളെല്ലാം തീർന്നു എന്ന് വിചാരിച്ചൊന്ന് ആശ്വസിച്ചിരുന്നപ്പോഴാണ് ഇതാ അടുത്ത ഒരു കാറ്റ്. നിങ്ങൾ വിചാരിക്കണം,
നമ്മുടെയൊക്കെ ജീവിതം ഇതാ. പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരുന്നു. ഈ പ്രതികൂലത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. ഇനി അടുത്ത എന്റെ സമയമാണ്. ദൈവം എന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങുന്ന സമയമാണ്. ദൈവം എന്നെ വിടുവിക്കാൻ തുടങ്ങുന്ന സമയമാണ്. ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുന്ന സമയമാണ് എന്ന് പറഞ്ഞ് ആശ്വസിച്ചിരുന്നപ്പോഴാണ് ഇതാ ഒരു കൊടുങ്കാറ്റ്. ഒരു കൊടുങ്കാറ്റ്. എന്റെ 16-ാം വാക്യമായിരുന്നു. പക്ഷേ അവിടെയും ദൈവം എന്ത് ചെയ്തിരുന്നു? കൗദ എന്ന് പറയുന്ന ഒരു ദ്വീപിനെ മറയാക്കി വെച്ചു. നിന്റെയൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം നിനക്ക് ആഗ്രഹം സാധിപ്പിക്കുന്നത് വരെ, പ്രതികൂലങ്ങൾ എത്ര വന്നാലും പ്രതിസന്ധികൾ എത്ര വന്നാലും ദൈവം മറവൊരുക്കിക്കൊണ്ടേയിരിക്കും. ദൈവം മറവൊരുക്കിക്കൊണ്ടേയിരിക്കും. നിന്നെ തകർക്കാൻ വിട്ടുകൊടുക്കില്ല. കാരണം ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. നിന്റെ ആഗ്രഹങ്ങളോട് കൂടെയുണ്ട്. നിന്റെ പ്രവൃത്തികളോടുകൂടെയുണ്ട്. വിട്ടുകൊടുക്കില്ല. ഈ 3 ദ്വീപിനെയും കുറിച്ച് നിങ്ങൾ പഠിക്കണം കേട്ടോ. ഇത് സമയമല്ല, അതുകൊണ്ട് ഞാൻ പറയത്തില്ല. പഠിച്ചു നോക്കണം. 1 കുപ്രോസ്, 1 ക്രേത്ത, 3 ക്ലൗദ. ദ്വീപുകളെ കുറിച്ച് പഠിക്കണം. ദൈവം ഒരുക്കിയിരുന്ന മറ എങ്ങനെയുള്ളതാണ്. ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത ദൈവം നേരിട്ട് എന്ത് ചെയ്തു? അങ്ങ് ഇടപെട്ടു. എന്താ ഇടപെട്ടതാ? ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. 27:20 വായിച്ചേ. നോക്കണമേ, കൗദ ദ്വീപില് മറ ദൈവം ഒരുക്കിയെങ്കിലും വളരെ നാളായിട്ട് ആരെ കാണാനില്ല? സൂര്യനെ കാണാൻ നിവർത്തിയില്ല, നക്ഷത്രങ്ങളെ കാണാൻ നിവർത്തിയില്ല. ഇപ്പൊ എന്ത് ആശ പെയ്. ഈ മറയെല്ലാം ദൈവം ഒരുക്കിയതൊക്കെ ശരിയാ. ഇപ്പൊ രക്ഷപ്പെടുമെന്നുള്ള ആശ എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. ഇതുവരെ ദൈവം മറ ഒരുക്കിയതേ ഉള്ളൂ. പക്ഷെ നിന്റെ ആശ നഷ്ടപ്പെട്ടു എന്ന് കണ്ട സമയത്ത് ദൈവം നേരിട്ട് ഇടപെടുകയാ തന്നെ. ഇതുവരെ ദൈവം മറ ഒരുക്കിയിരുന്നു. പ്രിയ ദൈവമക്കളെ, നിന്റെ ആശ എവിടെ വെച്ച് നഷ്ടപ്പെടുമെന്ന് തോന്നുന്നതോ, എവിടെ വെച്ച് നീ തകർന്നു പോകുമെന്ന് നീ തോന്നുന്നതോ, എവിടെ വെച്ച് നീ നശിച്ചു പോകുമെന്ന് നീ അത് തോന്നുന്നതോ, അവിടെ ദൈവം നേരിട്ട് ഇറങ്ങി വരും. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്ന 20 കഴിഞ്ഞിട്ടാ നോക്കണമേ. എടാ, ഞാൻ പറഞ്ഞതുപോലെ നീ സാക്ഷ്യത്തിന് എവിടെ നിൽക്കണം? കൈസറ മുമ്പിൽ നിൽക്കണം. ഞാൻ നിന്നോട് പറഞ്ഞു റോമിൽ നീ എന്റെ സാക്ഷിയായി തീരണമെന്ന്. അതുകൊണ്ട് ഈ കപ്പലിലെ ജനം ഭയപ്പെടുന്ന പോലെ നീ എന്ത് ചെയ്യരുത്? ഭയപ്പെടരുത്. നീ എവിടെ നിൽക്കും? കൈസറ മുമ്പിൽ നിൽക്കും. നീ എന്റെ സാക്ഷിയും. അത് വിശ്വാസം ഉണ്ടാ? ദൈവമക്കളെ, വിശ്വാസം ഉണ്ടാ? എടാ, ദൈവം പറഞ്ഞ ദൂത് എന്റെ ജീവിതത്തിൽ നിറവേറും. ദൈവത്തിന്റെ പദ്ധതി എന്നിൽ നിറവേറും. ഏത് പ്രതികൂലമോ വരട്ടെ, ഏത് പ്രതിസന്ധികൾ വരട്ടെ, സൂര്യനെ കാണാതിരിക്കട്ടെ, നക്ഷത്രങ്ങളെ കാണാതിരിക്കട്ടെ, അടയാളങ്ങൾ കാണാതിരിക്കട്ടെ, പക്ഷേ ദൈവം എന്നോട് പറഞ്ഞ കാര്യം എന്റെ ജീവിതത്തിൽ നിറവേറും. പൗലോസേ, നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാണ്. നിന്നോട് ദർശനം പറഞ്ഞവൻ, രാത്രിയിൽ ദർശനം തന്നവൻ ഞാനാണ്. ഹല്ലേലൂയ, സ്തോത്രം. നോക്കണമേ, ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കറിയാമോ, പ്രവൃത്തിയുടെ പുസ്തകത്തിനകത്ത് ഹല്ലേലൂയ സ്തോത്രം 41-ാം വാക്യം കൂടെ വരും. പെട്ടെന്ന് വരും. നിൽക്കണമേ, ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ കപ്പൽ ഉടഞ്ഞ്
ഇവരെല്ലാം എവിടെയാണ്? റോമിലെത്തിയില്ല, കടലില്. ദൈവം പറഞ്ഞ വാക്കെന്തിനാണ്? നീ കൈസറുടെ മുമ്പിൽ നിൽക്കും, ഇവരെ എല്ലാം നിനക്ക് ദാനമായി തന്നിരിക്കുന്നു എന്ന്. ഇപ്പൊ കപ്പലുടഞ്ഞു. ഇനി പ്രതീക്ഷയുണ്ടാ? എന്തിനാ കപ്പലുടഞ്ഞത്? അത് പറഞ്ഞ കപ്പൽ എന്തിനാ ഉടഞ്ഞത്? തിരയുടെ ഹേമത്താൽ അണിയമുറഞ്ഞ് അവിടെ ഇരുന്നു. അതിന്റെ ഏത് ഭാഗമാണ് ആദ്യം ഉടഞ്ഞത്? അമരത്താരുണ്ട്? അപ്പൊ നമുക്ക് വേണ്ടി ആരുടഞ്ഞ്? എടാ, ഈ 276 പേർക്കും വേണ്ടി ആരാ ഉടഞ്ഞത്? കർത്താവ് ഉടഞ്ഞെന്ന്. നിന്നെയും നിന്റെ കൂടെ ഉള്ളവരെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്റെ കർത്താവ് ഉടഞ്ഞു. നിന്റെ തലയിലെ ഒരു മുടിക്ക് പോലും എന്തിയില്ല, ദോഷം വരില്ല. പിന്നെ എന്തിനാ ഈ കപ്പലിനെ ഉടച്ച് വരെ വെള്ളത്തിൽ നീന്തിച്ചത്? പറ. ഉത്തരം ഈ അധ്യായത്തിലുണ്ട്. അതിന്റെ 44-ാം വാക്യം വരെ. ഈ കപ്പലിൽ എന്തും കൊണ്ടാണ് പോയത്? ഈ കപ്പലിൽ എന്തുണ്ട്? പൗലൂസിനെ കുറിച്ചുള്ള കുറ്റാരോപണ രേഖകളുണ്ട്. ഉണ്ടാ? ഇപ്പൊ അവർക്ക് രേഖ വല്ലതും കിട്ടിയ? കുറെ പലവത്തുണ്ട് കിട്ടി. അപ്പൊ എന്തിനാ കപ്പൽ ഉടച്ചത്? നിങ്ങളത് മനസ്സിലാക്കണം. കപ്പലുടക്കാൻ ദൈവം കപ്പലുടച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലൊരു രഹസ്യമുണ്ട്. മനസ്സിലായോ? കപ്പൽ ദൈവം ഉടച്ചതിന്റെ പിന്നിലെ രഹസ്യം ഒരു രേഖ, പൗലൂസിന് വിരോധമായിരിക്കുന്ന ഒരു രേഖ എവിടെ എത്തരുത്? റോമിലെത്തരുത്. പൗലൂസ് റോമിലെത്തും, പക്ഷെ ഒരു രേഖ എന്ത് ചെയ്യില്ല, റോമിലെത്തില്ല. ഒരു വാക്യം കൂടെ വായിച്ചത് ഞാനിവിടെ. ഇതിന് ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. 18 പോകുമ്പോൾ 28 പോകുമ്പോൾ അവനെ പാമ്പ് കടിക്കുന്നു, അണലി കടിക്കുന്നു, അതൊക്കെ വിശദീകരണങ്ങളാണ്. 28 ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. റോമിൽ എത്തിയെന്നൊരു വാക്യം ഉണ്ടല്ലോ 28. 16 വായിച്ച 16 തന്നെ. നോക്കണമേ, പൗലോസ് റോമിൽ എന്ത് ചെയ്ത് കഴിഞ്ഞു? മതി. റോമിൽ എന്ത് ചെയ്ത് കഴിഞ്ഞു? എത്തിക്കഴിഞ്ഞു. അത് 16 ഉണ്ടല്ലോ. റോമിൽ എത്തിയ ശേഷം വായിച്ച 16 വായിച്ച. നോക്കണമേ, അവന് വേറിട്ട് പാർക്കാൻ പടയാളികളെ കൂട്ടത്തല്ല, കാരാഗ്രഹത്തിലുള്ളവരെ കൂട്ടത്തല്ല, പൗലൂസിന് എന്ത് ചെയ്തു? വേറിട്ട് പാർക്കാൻ. എന്താ അതിന് കാരണം? ബാക്കി എല്ലാവരുടെയും കുറ്റങ്ങൾ നേരത്തെ എന്ത് ചെയ്തു ഇവിടെ വന്നു, പക്ഷേ പൗലൂസിനെ കുറിച്ചുള്ള ഒരു കുറ്റവും ഇല്ല. അതിന്റെ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. 19-ാം വാക്യം വായിച്ചേ. അല്ല, 18 കൂടെ വായിച്ച. 18 കണ്ട, നിന്നെ വിസ്തരിക്കാൻ മരണയോഗ്യമായ ഒരു രേഖ എന്റെ കയ്യിൽ എന്ത് ചെയ്തിട്ടില്ല, ഒരു രേഖയില്ല. എല്ലാം എവിടെ പോയി? കടലിൽ പോയി. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഓർത്തുകൊള്ളണം. ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്നെ കുറിച്ചൊരു ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, എത്ര തന്നെ ശത്രു നിനക്ക് നേരെ പതിയിരിപ്പുകൾ ഒരുക്കിയാലും, നിനക്ക് നേരെ പ്രതികൂലങ്ങൾ ഒരുക്കിയാലും, നിനക്ക് നേരെ പ്രതിസന്ധികൾ ഒരുക്കിയാലും, ദൈവത്തിന്റെ പദ്ധതിയെ ഇവിടെ വിജയിക്കുകയുള്ളൂ. ഇന്ന് പകൽക്കാലം കരങ്ങൾ അടിച്ച് ദൈവത്തിന് വേണ്ടി